പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യമുള്ള ഏകദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വലിയ നോമ്പിൻ്റെ ഒന്നാമത്തെ ഞായറാഴ്ച. ഈ വേദഭാഗത്ത് ഈ ഞായറാഴ്ചയിൽ നമ്മൾ ചിന്തിക്കുന്ന വിഷയത്തെക്കുറിച്ചാണ്. പ്രധാനമായ രണ്ട് കാര്യങ്ങളാണ് ഈ ഞായറാഴ്ചയിൽ ചിന്താവിഷയമായിട്ട് പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നത്. ഒന്നാമത്തേത്, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭം. അത് മരുഭൂമിയിലെ പരീക്ഷയിലൂടെയാണ് അത് ആരംഭിക്കുന്നത്. രണ്ടാമത്തെ വിഷയം, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും തുടക്കം. അത് കാനായിലെ കല്യാണ വിരുന്നിൽ സംഭവിച്ചതാണ്. ഒന്നാമത്തെ വിഷയത്തിലേക്ക് നമുക്ക് വരാം. ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യേശു ജോർദാനിൽ നിന്ന് മടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. മരുഭൂമിയിൽ 40 ദിനരാത്രങ്ങൾ അവനെ പിശാച് പരീക്ഷിച്ചു കൊണ്ടിരുന്നു എന്ന്. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു ജോർദാനിൽ സ്നാനമേറ്റതിന് ശേഷം പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു. പരിശുദ്ധാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിക്കുകയാണ്. ഇത് നോമ്പിൻ്റെ അനുഭവമാണ്. അവിടെ 40 ദിവസം പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവാണ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചത്. ദൈവത്തിൻ്റെ ദൂതന്മാർ യേശുവിനെ ശുശ്രൂഷിക്കാനായിട്ട് തന്നോടൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മരുഭൂമി സാധാരണഗതിയിൽ വളരെ കഷ്ടതരമായ ഒരു സ്ഥലമായിട്ടാണ് കണക്കാക്കുന്നത്. എന്നാൽ ഇവിടെ യേശുവിനെ ശുശ്രൂഷിക്കാനായിട്ട് ദേവദൂതന്മാർ ഉണ്ടായിരുന്നു എന്ന് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവർ, വലിയ നോമ്പ് ഒരു മരുഭൂമി അനുഭവമാണ്. എന്നാൽ ഈ നോമ്പ് നമുക്ക് ദുഷ്കരമായി തീരുന്നത് 2 കാരണങ്ങൾ കൊണ്ട് നോമ്പ് ദുഷ്കരമായി തീരും. ഒന്നാമത്തെ കാര്യം, ദൈവത്തിൻ്റെ ആത്മാവാണ് നോമ്പിലേക്ക് നമ്മെ നയിക്കേണ്ടത്. അതാണ് യേശുക്രിസ്തുവിനെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. രണ്ടാമത്തേത്, ദൈവദൂതന്മാരുടെ സംരക്ഷണം നോമ്പിൽ നമുക്കുണ്ടാകേണ്ടതുണ്ട്. പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ 2 സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നില്ല എങ്കിൽ അത് ദുഷ്കരമായി തീരും എന്ന് നമുക്കറിയാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് പരിശുദ്ധ സഭ ഒരുമിച്ച് നോമ്പെടുക്കുന്നു. വ്യക്തിപരമായിട്ട് നോമ്പെടുക്കാനായിട്ട് സഭ ആരെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം പിശാചുമായിട്ടുള്ള ഒരു പോരാട്ടത്തിന് സഭ ഒരുമിച്ച് നീങ്ങുമ്പോൾ അത് ദുഷ്കരമല്ലാതെയായിത്തീരുന്നു, അത് ഫലദായകമായിത്തീരുന്നു എന്ന ചിന്തയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. പ്രിയമുള്ളവരെ, നമുക്കറിയാം പിശാചിനാൽ 3 പരീക്ഷണങ്ങൾ, യേശു നേരിട്ട 3 പരീക്ഷണങ്ങളെക്കുറിച്ച് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലും ഇതേ വിഷയം തന്നെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 1-ാമത്തെ പരീക്ഷണമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, യേശുവിന് വിശന്നു. അപ്പോൾ പിശാച് അവനെ സമീപിച്ചിട്ട് പറഞ്ഞു, ഈ കല്ലിനെ അപ്പമാക്കി ഭക്ഷിക്കുക, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനെ അപ്പമാക്കുക എന്നാണ് പിശാച് യേശുവിനോട് പറയുന്നത്. അപ്പോൾ ഇവിടെ യേശുവിന് കല്ലിനെ അപ്പമാക്കാനുള്ള കഴിവുണ്ട്, യേശുവിന് വിശക്കുന്നുണ്ട്. അപ്പോൾ പിശാച് പറയുകയാണ് ഈ കല്ലിനെ അപ്പമാക്കുക എന്ന്. എന്നാൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, യേശു ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. പിശാച് പറയുന്നത് അനുസരിക്കാനായിട്ട് യേശുവിന് ബാധ്യതയില്ല. ഒന്നാമത്തെ കാര്യം അതാണ്. അപ്പോൾ പിശാച് 2 സാധ്യതകളെയാണ് അവിടെ മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്ന്, യേശുവിന് വിശക്കുന്നുണ്ട്. രണ്ടാമത്, കല്ലിനെ അപ്പമാക്കാനുള്ള കഴിവ് യേശുവിനുണ്ട്. നമ്മുടെ ജീവിതത്തിലും ഇതേ പരീക്ഷ പിശാച് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് വയ്ക്കും. നമുക്കൊരാവശ്യ നേരത്ത് കല്ലിനെ അപ്പമാക്കുക എന്ന് പറഞ്ഞാൽ അതിസ്വാഭാവികമായ ഒരു പ്രവൃത്തി ചെയ്യുക എന്നാണ്. അത് എപ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിർവഹിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അത് പരിശുദ്ധാത്മാവാണ് നമ്മിൽ ചെയ്യുന്നത്. നാം ഒരിക്കലും നമ്മുടെ കഴിവുകളെ, ദൈവത്തിലുള്ള നമ്മുടെ കഴിവില്ല, പരിശുദ്ധാത്മാവിനാൽ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള വരങ്ങളെ അത് ദുരുപയോഗം ചെയ്യാനായിട്ട് പാടില്ല. നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. അത് ദൈവജന ശുശ്രൂഷയ്ക്ക് വേണ്ടി നമുക്ക് നൽകിയിട്ടുള്ള കഴിവുകളാണ്. വീണ്ടും ഈ കല്ലിനെ അപ്പമാക്കുക എന്ന് പറയുന്നത് അന്യായമായി നമ്മുടെ സമ്പാദ്യങ്ങൾ, നമുക്ക് അനർഹമായി നമുക്ക് കിട്ടുന്ന അംഗീകാരങ്ങൾ, അതുപോലെ പദവികൾ, ഇതെല്ലാം കല്ലിനെ അപ്പമാക്കുന്നൊരു പ്രവൃത്തിയാണ്. അത് നാം ചെയ്യാനായിട്ട് പാടില്ല.
അപ്പോൾ ദൈവവചനത്തിന് എതിരായ പ്രവൃത്തികളെല്ലാം തന്നെ കല്ലിനെ അപ്പമാക്കുന്ന പ്രവൃത്തിയാണ്. അതുകൊണ്ട് പിശാചിനോട് യേശു പറയുന്ന മറുപടി, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടുകൂടിയാണ് ജീവിക്കുന്നത് എന്ന് നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഇതാ പിശാചിനോട് യേശു പറഞ്ഞു. അപ്പം മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടുകൂടിയാണ് ജീവിക്കേണ്ടതെന്ന് ഇസ്രായേൽ പഴയ നിയമ ഇസ്രായേലിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി യഹോവയായ ദൈവം അവർക്ക് മന്ന വർഷിച്ചു കൊടുത്തു. അവരുടെ പ്രവർത്തന ഫലമല്ലാതെ തന്നെ ദൈവം അവരെ സംരക്ഷിച്ചു. ഇതുതന്നെയാണ് മത്തായി 6:33 ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാമത്തെ വാക്യം. ഇതാ, മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളത് കൂട്ടിച്ചേർക്കപ്പെടും. ഇവിടെ കല്ലിനെ അപ്പമാക്കി ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഭൗതിക ജീവിതത്തിന് ആവശ്യമായ നന്മകൾക്ക് വേണ്ടി ദൈവികമായ ദാനങ്ങളെ ഉപയോഗിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ കർത്താവ് പറയുന്നതാണ്, മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. ബാക്കിയുള്ള ഭൗതികമായ കാര്യങ്ങളെല്ലാം ദൈവം നമ്മുടെ ജീവിതത്തോട് കൂട്ടിച്ചേർക്കുന്നതാണ്. ഭൗതികമായ നന്മകൾക്ക് വേണ്ടിയല്ല നമ്മൾ ദൈവികമായ കാര്യങ്ങൾ ഏർപ്പെടുന്നത്. ദൈവികമായ കാര്യങ്ങൾ ഏർപ്പെടുമ്പോൾ ഭൗതികമായ നന്മകൾ നമ്മുടെ ജീവിതത്തോട് കൂട്ടിച്ചേർക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ നോമ്പിൻ്റെ നാളുകളിൽ ഈ ഒരു വലിയ പരിശീലനം നമ്മൾ നേടേണ്ടതായിട്ടുണ്ട്. ദൈവത്തിൻ്റെ അതിഭൗതികമായ അല്ലെങ്കിൽ അതിസ്വാഭാവികമായ അതീന്ദ്രിയമായ ഇടപെടലുകൾക്ക് ഈ നോമ്പ് സാക്ഷ്യം വഹിക്കേണ്ടതുണ്ട്. നോമ്പിൻ്റെ ദിനങ്ങൾ മാത്രമല്ല, നോമ്പൊരു പരിശീലനമാണ്. തുടർന്നുള്ള നമ്മുടെ ക്രൈസ്തവ ജീവിതത്തെ കൂടുതൽ ദൈവോന്മുഖമാക്കി തീർക്കാനാണ് നോമ്പ് ഉദ്ദേശിക്കുന്നത്. വീണ്ടും നമുക്ക് 2-ാമത്തെ പരീക്ഷയിലേക്ക് വരാം. രണ്ടാമത് പിശാച് പറയുന്നത് ഇതാണ്, ഇതാ ഒരു ഉയർന്ന സ്ഥലത്ത് യേശുവിനെ കൊണ്ടു നിർത്തിയിട്ട് ഇതാ ലോകരാജ്യങ്ങളും അതിൻ്റെ പ്രതാപങ്ങളുമെല്ലാം യേശുവിന് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പിശാച് പറഞ്ഞു, ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, എന്നെ കുമ്പിട്ട് ആരാധിക്കുന്നവർക്ക് ഞാനത് നൽകും എന്ന്. അതുകൊണ്ട് എന്നെ കുമ്പിട്ട് ആരാധിച്ചാൽ ഇതെല്ലാം നിൻ്റേതാകും എന്ന് യേശുവിനോട് പിശാച് പറയുന്നു. യേശു ഒരിക്കലും പിശാചിൻ്റെ ആ പ്രസ്താവനയെ നിഷേധിച്ചതായിട്ട് കാണുന്നില്ല. എന്നാൽ യേശു പറഞ്ഞതാണ്, നിൻ്റെ ദൈവമായ കർത്താവിനെ മാത്രമേ പൂജിക്കാവൂ, അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് കർത്താവ് ഇതാ യേശു പിശാചിനോട് പറഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുദിന ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, പിശാചിന് ഈ ലോകത്തിൻ്റെ പ്രതാപങ്ങളും പണവും പ്രശസ്തിയും അധികാരവും ഒക്കെ നമുക്ക് നൽകാനായിട്ട് കഴിയും. അപ്പോൾ ആരെല്ലാം പിശാചിനെ കുമ്പിടുന്നുവോ, ദൈവവചനത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നുവോ, അന്യദൈവങ്ങളെ ആരാധിക്കുന്നുവോ അവർക്ക് നന്മകൾ ലഭിക്കും. എന്നാൽ അത് ദൈവകരങ്ങളിൽ നിന്നല്ല, അത് സ്വീകരിക്കാനായിട്ട് നമുക്ക് അനുവാദമില്ല. അതുകൊണ്ട് ഇതാ നിൻ്റെ ദൈവമായ കർത്താവിനെ മാത്രമേ പൂജിക്കാവൂ, അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന തിരുവചനത്തെ അടിസ്ഥാനമാക്കി നമ്മുടെ ജീവിതത്തെ പുതുക്കി പണിയേണ്ടതായിട്ടുണ്ട്. ദൈവവചനത്തിന് വിരുദ്ധമായ എന്തെല്ലാം പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ അതെല്ലാം അന്യദൈവാരാധനയായിട്ട് മാറാം. ദ്രവ്യാഗ്രഹം തന്നെ ഒരു അന്യദൈവാരാധനയാണ്. ദൈവത്തെക്കാളധികം ദ്രവ്യത്തെ നമ്മൾ ആരാധിക്കുന്നു, അതിനെ ആഗ്രഹിക്കുന്നു. അതൊരു അന്യദൈവാരാധനയാണ്, വിഗ്രഹാരാധനയായിട്ട് മാറുന്നുണ്ട്. ദ്രവ്യം തന്നെ ഒരു വിഗ്രഹമാണ്. അപ്പോൾ അത് പിശാചിൻ്റെ ഒരു പ്രലോഭനമാണെന്ന് നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം നമ്മൾ മറ്റേതെങ്കിലും വ്യക്തികളെയോ ആശയങ്ങളെയോ പ്രസ്ഥാനങ്ങളെയോ നമ്മൾ ആരാധിക്കുന്നുണ്ടെങ്കിൽ, ഒന്നാം സ്ഥാനം കൊടുക്കുന്നുണ്ടെങ്കിൽ, ഇതാ അതിൻ്റെ നന്മകൾ പിശാചിനും നമുക്ക് ലഭിക്കും. പക്ഷേ അതൊന്നും ദൈവത്തിൽ നിന്നല്ല, ദൈവകരങ്ങളിൽ നിന്നല്ലാത്തതുകൊണ്ട് അത് സ്വീകാര്യമല്ലെന്ന് ഈ നോമ്പിൻ്റെ നാളുകളിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കാത്തതെല്ലാം നമുക്ക് ഉപേക്ഷിക്കാനായിട്ട് ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ നമുക്ക് കഴിയേണ്ടതാണ്. 3-ാമത്തെ പരീക്ഷണം, യേശുവിനെ ഉയർന്ന ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി യേശുവിനോട് പറഞ്ഞു, നീ താഴേക്ക് ചാടുക, നിൻ്റെ കാൽ കല്ലിൽ തട്ടാതെ വണ്ണം ദൈവദൂതന്മാർ നിന്നെ കാത്തുകൊള്ളുമെന്ന് 91-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ് പിശാച് യേശുവിനോട് പറയുന്നത്. 91-ാം സങ്കീർത്തനം അതിൻ്റെ 11-12 വാക്യങ്ങളിലാണ് ദൂതന്മാർ തൻ്റെ കാൽ കല്ലിൽ തട്ടാതെ വണ്ണം നിന്നെ സംരക്ഷിച്ചു കൊള്ളുമെന്ന് എന്ന വാഗ്ദാനമുള്ളത്. പ്രിയമുള്ളവർ, ഈ വാഗ്ദാനത്തെ പിശാച് ദുർവ്യാഖ്യാനം ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. 91-ാം സങ്കീർത്തനം പിശാചിൻ്റെ പരീക്ഷയിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കാനായിട്ട് ദൈവം നൽകിയ സംരക്ഷണ കവചമാണ്. ദൈവത്തെ പരീക്ഷിക്കാനായിട്ടുള്ളതല്ല. ഇവിടെ ദൈവത്തെ പരീക്ഷിക്കാനുള്ളൊരു വചനമായിട്ട് ഈ പിശാച് യേശുവിനോട് ആ വചനത്തെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തു നിയമാവർത്തന പുസ്തകം 6:16 ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത് എന്ന്. നിയമാവർത്തനം 6:16. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ അനുദിന ജീവിതത്തിൽ നമ്മൾ വചനത്തെ വ്യാഖ്യാനിക്കുമ്പോൾ തെറ്റുപറ്റിപ്പോകുന്ന മേഖലകളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. പിശാച് വചനത്തെ തെറ്റായി വ്യാഖ്യാനിച്ച്
അത് ദൈവജനത്തിൻ്റെ ഇടയിൽ പ്രചരിപ്പിക്കാനായിട്ട് വ്യാപകമായ ശ്രമം നടക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. 91 സങ്കീർത്തനം പിശാചിൻ്റെ പ്രലോഭനങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന വചനമാണ്. പൈശാചിക പീഡയിലും നമ്മളെ രക്ഷിക്കുന്ന വചനമാണ്. പിശാചിനെതിരെയുള്ള യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ സഹായിക്കുന്ന വചനങ്ങളാണ്. എന്നാൽ അത് ദൈവത്തെ പരീക്ഷിക്കാനുള്ള വചനമായിട്ട് പിശാച് ദുർവ്യാഖ്യാനം ചെയ്ത് നമ്മളെ വഴിതെറ്റിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തെ പരീക്ഷിക്കുവാനല്ല, ദൈവജനത്തിൻ്റെ സംരക്ഷണയിൽ പൈശാചിക പീഡയിൽ നിന്ന് രക്ഷ നേടുവാനായിട്ട് 91 സങ്കീർത്തനത്തെ മനസ്സിലാക്കുവാൻ ഈ നോമ്പിന് നാളുകളിൽ നമുക്ക് കഴിയേണ്ടതാണ്. പ്രിയമുള്ളവരെയും, വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുന്ന ഈ ദിനത്തിൽ നാം ചിന്തിക്കേണ്ട ഒന്നാമത്തെ ഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. മരുഭൂമിയിലെ പരീക്ഷ എന്ന് പറയുന്ന ഭാഗം. വലിയ നോമ്പിൻ്റെ ദിനങ്ങളിൽ പരീക്ഷകളെ നേരിടേണ്ടതായിട്ട് വരും. മറ്റൊന്ന്, ആരെല്ലാം ദൈവാത്മാവിൽ നിറയുന്നുവോ അവരെ പിശാചിനാൽ പരീക്ഷിക്കപ്പെടാനായിട്ട് ദൈവം വിട്ടുകൊടുക്കും എന്നുള്ളതാണ്. അങ്ങനെ വിട്ടുകൊടുക്കുമ്പോൾ, ദൈവത്താൽ വിട്ടുകൊടുക്കപ്പെടുമ്പോൾ ദൂതന്മാരുടെ സംരക്ഷണം നമുക്കുണ്ടാകും. അതുപോലെ ദൈവത്തിൻ്റെ വചനം നമ്മളെ സഹായിക്കാനായിട്ടുണ്ടാകും. അങ്ങനെ വചനത്തിൻ്റെയും ദൂതന്മാരുടെയും സംരക്ഷണത്തിലാണ് പൈശാചിക പീഡയിൽ നമുക്ക് മോചനം നേടാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ തിരിച്ചറിയുക, നമ്മൾ ദൈവവചനത്തിൽ നിന്ന് തെറ്റിപ്പോകുമ്പോൾ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുകയാണെങ്കിൽ, ആത്മാവല്ല നമ്മളെ പിശാചിൻ്റെ പരീക്ഷയിലേക്ക് നയിക്കുന്നതെങ്കിൽ നമുക്ക് പരാജയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പൈശാചിക പീഡയിലേക്ക് നമ്മൾ ഉൾപ്പെടുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം, ദൈവാത്മാവിൻ്റെ നടത്തിപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് ഉള്ള കരുതലുണ്ടാകണം. യേശുവിനെ പിശാച് പരീക്ഷിച്ചപ്പോൾ അതിനെ അതിജീവിക്കാനായിട്ട് യേശുവിന് സാധിച്ചത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അവൻ നയിക്കപ്പെട്ടു. രണ്ടാമത്തെ കാര്യം, ദൈവത്തിൻ്റെ ദൂതന്മാർ അവൻ്റെ സംരക്ഷണത്തിനായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പൈശാചിക പീഡയിൽ നിന്ന്, തിന്മയുടെ സ്വാധീനത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനായിട്ട് ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അതിനുള്ളൊരു പരിശീലനമാണ് വലിയ നോമ്പിൽ നമ്മൾ നേടിയെടുക്കേണ്ടത്. രണ്ടാമത്തെ ചിന്താവിഷയത്തിലേക്ക് വരാം. അത് നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ആരംഭം. ഒന്നാമത്തെ അത്ഭുതം അല്ലെങ്കിൽ ഒന്നാമത്തെ അടയാളം അത് കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ചാണ് സംഭവിച്ചത്. ഈ കല്യാണത്തിന് യേശുവും ശിഷ്യന്മാരും മാതാവും അവിടെ സന്നിഹിതരായിരുന്നു. ആ കല്യാണം കർത്താവ് ഉയർപ്പിച്ച ലാസറിൻ്റെയും ആയിരുന്നുവെന്ന് പറയുന്നുണ്ട്. അതുപോലെ നിക്കോദിമോസ് എന്ന് പറയുന്ന യഹൂദ പ്രമാണിയുടെ ഒരു വിവാഹമായിരുന്നു അത് എന്ന് രണ്ടഭിപ്രായമുണ്ട്. ഏതായാലും യേശുവിന് വേണ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ വിവാഹ വിരുന്നായിരുന്നു അത്. അങ്ങനെ വിവാഹ വീട്ടിലേക്ക് കർത്താവ് പ്രവേശിച്ചു. ശിഷ്യന്മാരും മാതാവും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോഴവിടെ ഒരു അനർത്ഥം സംഭവിക്കുകയാണ്. അനർത്ഥം എന്ന് പറയുന്നത് അവിടുത്തെ വീഞ്ഞ് തീർന്നു പോയി. അപ്പോൾ പരിശുദ്ധ അമ്മ യേശുവിനോട് പറയുന്നുണ്ട്, ഇവർക്ക് വീഞ്ഞില്ല എന്ന്. അപ്പോൾ കർത്താവ് പറഞ്ഞു, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന്. എങ്കിലും പിന്നീട് മാതാവ് അവിടുത്തെ പരിചാരകന്മാരോട് പറഞ്ഞു, യേശു എന്തെങ്കിലും നിങ്ങളോട് കൽപ്പിച്ചാൽ അപ്രകാരം ചെയ്യുവിൻ എന്ന്. അപ്പോൾ യേശു അവരോട് പരിചാരകന്മാരോട് പറഞ്ഞു, കൽഭരണികളിൽ വെള്ളം നിറയ്ക്കുകയെന്ന്. യഹൂദ പാരമ്പര്യമനുസരിച്ച് കമാനങ്ങളിൽ വിരുന്നുകാരുടെ കൈകാലുകൾ കഴുകുവാൻ വേണ്ടി ശുദ്ധജലം സൂക്ഷിച്ചു വെക്കുന്ന പതിവുണ്ട്. അങ്ങനെ സൂക്ഷിച്ചു വെച്ചിരുന്ന 6 കൽഭരണികളാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിൽ വക്കോളം അവർ വെള്ളം നിറച്ചു. അത് യേശു അവരോട് പറഞ്ഞു, പന്തിപ്രമാണിക്ക് കൊണ്ടുപോയി കൊടുക്കുക. അപ്പോൾ പന്തിപ്രമാണി രുചിച്ചു നോക്കിയത് മത്സരം വീഞ്ഞായി തീർന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ഇത് ബൈബിളിൽ ഒരു ദുരൂഹ വചനങ്ങളിൽപ്പെട്ട ഒന്നായിട്ടാണ് ഈ വേദഭാഗത്തെ കണക്കാക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, യേശു വീഞ്ഞിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ വീഞ്ഞ് കുടിക്കുന്നതിനെ യേശുവിൻ്റെ ഈ അത്ഭുത പ്രവൃത്തി പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ, പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ എന്നതാണ്. തീർച്ചയായിട്ടും യേശു ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിച്ചതല്ല. യഹൂദന്മാരുടെ പാരമ്പര്യമനുസരിച്ച് വിവാഹ വിരുന്നിലെ ഒരു പ്രധാനപ്പെട്ട ഭക്ഷ്യവസ്തുവായിട്ടാണ് വീഞ്ഞ് ഉപയോഗിച്ചിരുന്നത്. സത്യത്തിൽ യേശു അവിടെ പ്രവേശിച്ചപ്പോൾ സുറിയാന പിതാക്കന്മാർ പറയുന്നത് യേശു തൻ്റെ ആംഗ്യത്താൽ വീഞ്ഞിനെ തീർത്ത് കളഞ്ഞു എന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? കാരണം അവിടെ ആർഭാടകരമായ ഒരു വിവാഹ വിരുന്നായിരുന്നു അത്. അപ്പോൾ യേശുവിന് എൻ്റെ സ്വഭാവത്തിന് ഇണങ്ങിയ വിധത്തിലുള്ള ഒരു വിരുന്ന് സൽക്കാരമായിരുന്നില്ല. വലിയ ആർഭാടവും നൃത്തവും പാട്ടുമെല്ലാം അവിടെ ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ അവിടുത്തെ അന്തരീക്ഷം മാറ്റുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ തന്നെ ഒരു പ്രവൃത്തിയായിരുന്നു അവിടുത്തെ വീഞ്ഞ് തീർന്നു പോയത്. അങ്ങനെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ അവിടുത്തെ അന്തരീക്ഷം മാറി. ആർഭാടത്തിൻ്റെയും നൃത്തത്തിൻ്റെയും പാട്ടിൻ്റെയും ഒക്കെ അന്തരീക്ഷം ദൈവസ്തുതിയുടേതായിട്ട് മാറി. മ്ലാനവധമായ ഒരു അന്തരീക്ഷമായപ്പോൾ യേശു വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി ഒരു അത്ഭുതത്തിലൂടെ വീഞ്ഞിനെ സൃഷ്ടിച്ചു കൊടുത്തു. അപ്പോൾ ഇത് പഴയ വീഞ്ഞല്ല, പഴയ വീഞ്ഞ് സൽക്കരിക്കുന്ന ഒരു പഴയ വിരുന്ന് വീടല്ല അത് ദൈവസ്തുതിയുടെ ഭവനമായി മാറി.
യേശുവിൻ്റെ സാന്നിധ്യത്തിന് അവിടെ വിലയേറിയ സാന്നിധ്യമായിട്ട് മാറി. അപ്പോൾ അങ്ങനെ ഒരു അത്ഭുതത്തെ അവിടെ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അല്ലാതെ യേശു വീഞ്ഞിനെ പ്രോത്സാഹിപ്പിച്ചു എന്ന് അർത്ഥമാക്കുന്നില്ല. വീണ്ടും ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഇതാ നോഹയ്ക്ക് സംഭവിച്ച കാര്യം. നോഹ പെട്ടകത്തിൽ നിന്നിറങ്ങി പിന്നീട് മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി ആ മുന്തിരിയിൽ നിന്ന് വീഞ്ഞ് ഉൽപ്പാദിപ്പിച്ചു. വീഞ്ഞ് കുടിച്ച് മത്തനായി നഗ്നനായിട്ട് കിടക്കുന്ന നോഹ ദൈവബന്ധം നഷ്ടപ്പെടുന്ന ചിത്രം ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ വീഞ്ഞ് കുടിക്കുന്നത് ദൈവത്തിന് ഹിതകരമായൊരു കാര്യമല്ല. യഹൂദ പാരമ്പര്യത്തിൽ ഇതുണ്ടായിരുന്നു. ആ വീഞ്ഞിനെ തീർത്ത് കളഞ്ഞുകൊണ്ട് അവിടുത്തെ അന്തരീക്ഷത്തെ മാറ്റി പിന്നീട് വീഞ്ഞിനെ സൃഷ്ടിച്ചുകൊണ്ട് അവിടെ ദൈവസ്തുതിയുടെ ദൈവ ആരാധനയുടെ ഒരു അന്തരീക്ഷം, ആത്മീയ അന്തരീക്ഷത്തെ അവിടെ പുനഃക്രമീകരിച്ചു. വീണ്ടും വെള്ളത്തെ പുതുവീഞ്ഞാക്കി മാറ്റിയതിന് ചില ആത്മീയ സൂചനകൾ കൂടിയുണ്ട്. ഒന്നാമത്തെ സൂചന എന്ന് പറയുന്നത്, ഇതാ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു തൻ്റെ ജനന മരണ പുനരുത്ഥാനത്തിന് ശേഷം വാഗ്ദാനപ്രകാരമുള്ള പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ചു. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ശിഷ്യസമൂഹം വാഗ്ദാനപ്രകാരമുള്ള പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ വേണ്ടി സിഹിയോൻ മാളികയിൽ പ്രാർത്ഥനയായിരിക്കുമ്പോൾ അവർ പരിശുദ്ധാത്മാവോട് നിറഞ്ഞു. അവരെ പുതുവീഞ്ഞ് കുടിച്ച് വീഞ്ഞ് കുടിച്ച് ലഹരി പിടിച്ചതുപോലെ അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും അതുപോലെ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. ദൈവവചനം പ്രഘോഷിക്കുന്ന പ്രഘോഷകരായിട്ട് അവർ മാറി. അപ്പോൾ അവരിലുണ്ടായ മാറ്റം കണ്ടിട്ട് യഹൂദന്മാർ ചോദിക്കേണ്ടത്, ഇവർ പുതുവീഞ്ഞ് കുടിച്ചവരാണോ എന്ന്. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിൻ്റെ ലഹരിയാണ് അവരിലുണ്ടായത്. അപ്പോൾ അവിടെ കനാവിലെ കല്യാണ വിരുന്നിൽ യേശു വെള്ളത്തെ വീഞ്ഞാക്കിയത് വാഗ്ദാനപ്രകാരം ഭൂമിയിലേക്ക് ചൊരിയപ്പെടാനിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഒരു മുൻകുറിയായിരുന്നു, ദൃഷ്ടാന്തമായിരുന്നുവെന്ന് പിതാക്കന്മാർ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞുകൊണ്ട് പുതിയ മനുഷ്യനെ ധരിക്കുക. പഴയ നിയമത്തിൻ്റെ പ്രതാപം പോയി. യേശു വന്നതോടുകൂടി അവൻ പരിശുദ്ധാത്മാവിനെ നൽകാൻ വേണ്ടിയാണ് വന്നത്. അവൻ്റെ ജനനമരണ പുനരുത്ഥാനത്തിന് ശേഷം പരിശുശ്രൂഷയുടെ അവസാനം പരിശുദ്ധാത്മാവിനെ താൻ വാഗ്ദാനം ചെയ്തു. പഴയ നിയമത്തിൽ ജോയൽ 2:28 നൽകിയ വാഗ്ദാനമാണ് അത് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ നിറവേറുകയും ചെയ്തു. അങ്ങനെ നിറവേറിയപ്പോൾ അവരെ വീഞ്ഞ് കുടിച്ച് ലഹരി പിടിച്ചവരായി പോലെ തോന്നിച്ചു എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ലഹരി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഒരു പുതിയ നിയമ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം യഹൂദന്മാരുടെ സദ്യയിലേക്ക് ഇറങ്ങിയിരുന്ന വീഞ്ഞ് പുതിയ നിയമ വിശ്വാസിക്ക് ആശാസ്യമായ അല്ലെങ്കിൽ അവർ ഉപയോഗിക്കേണ്ട ഒരു കാര്യമല്ല. പുതിയ നിയമ വിശ്വാസി ലഹരി പിടിക്കേണ്ടത് പരിശുദ്ധാത്മാവിനാലാണ്. പരിശുദ്ധാത്മാവിനാൽ പുതുക്കപ്പെടുക, പരിശുദ്ധാത്മാവോട് നിറയുക, അതിനെ ഉജ്ജ്വലിപ്പിക്കുക. ഇതാണ് ഈ പുതിയ വീഞ്ഞ് നൽകുന്ന, അല്ലെങ്കിൽ യേശു വീഞ്ഞിനെ സൃഷ്ടിച്ചപ്പോൾ പുതിയ നിയമ വിശ്വാസിക്ക് അർത്ഥമാക്കാനുള്ളതാണ്. വീണ്ടും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, സിഹിയോൻ മാളികയിൽ യേശുക്രിസ്തുവിൻ്റെ പരിശുശ്രൂഷ വേളയിൽ അവസാനത്തിൽ അപ്പവീഞ്ഞുകളെ എടുത്തുയർത്തിക്കൊണ്ട് വീഞ്ഞിനെ രക്തമാക്കി മാറ്റുന്നുണ്ട്, അപ്പത്തെ തൻ്റെ ശരീരമാക്കി രൂപാന്തരപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വെള്ളത്തെ വീഞ്ഞാക്കിയ കർത്താവ് തൻ്റെ പരിശുശ്രൂഷയുടെ അവസാനത്തിൽ വീഞ്ഞിനെ രക്തമാക്കി മാറ്റുന്നു. അതുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ നാം അനുഭവിക്കുന്ന ശരീരരക്തങ്ങൾ, കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ, അത് നമ്മളെ ലഹരി പിടിപ്പിക്കാൻ മതിയായതാണ്. ഒരു പുതുവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, പുതിയ നിയമ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ വിശുദ്ധ കുർബാന എന്ന ആരാധനയിലൂടെയാണ് ലഹരി പിടിക്കേണ്ടത്. അതാണ് അവൻ്റെ ലഹരി എന്ന് പറയുന്നത്. അതവൻ പുതിയ സൃഷ്ടിയായി തീരുകയാണ്. പഴയത് കടന്നുപോയി. അപ്പോൾ പഴയ നിയമത്തിൻ്റെ പ്രതാപം ന്യായപ്രമാണത്തിനോ അല്ലെങ്കിൽ പഴയ നിയമ ബലികൾക്കോ യാഗങ്ങൾക്കോ ഒന്നും നമ്മളെ രക്ഷിക്കാനായിട്ട് സാധിക്കുകയില്ല. യേശുക്രിസ്തുവിൻ്റെ തിരുശരീരക്തങ്ങളാകുന്ന വിശുദ്ധ കുർബാനയിലൂടെയാണ് നമുക്ക് പുതു മനുഷ്യനായിട്ട് തീരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ നമുക്ക് പുതിയ സൃഷ്ടിയായി തീരുക, ആ പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കുക. ഈ 2 കാര്യങ്ങളാണ് നമുക്ക് നിർവഹിക്കാനായിട്ടുള്ളത്. എഫേസ്യർക്ക് ലേഖനം 4:23-24 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ, യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ എന്ന്. ഈ വർഷത്തെ വലിയ നോമ്പിൻ്റെ ദിനങ്ങളിലൂടെ ഈ വചനം നമ്മിൽ നിറവേറട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമുക്കൊരു നിമിഷം ഇങ്ങനെ പ്രാർത്ഥിക്കാം. നല്ലവനും കാരുണ്യവാനുമായ ദൈവമേ, ഒരു വർഷം കൂടെ ഈ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ഒരുക്കിയതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിച്ചുകൊണ്ട് കൂടുതൽ വിശുദ്ധിയിലേക്ക് പ്രവേശിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മരുഭൂമിയിലെ പരീക്ഷയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും അതുപോലെ ദൈവദൂതന്മാരും യേശുവിനെ സംരക്ഷിക്കാനായിട്ടുണ്ടായിരുന്നു.
വചനത്തിൻ്റെ കരുത്ത് അവനിലുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഈ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ.